നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹം ചുമതല എടുത്തതിന് ശേഷം ആദ്യം വന്ന പ്രസ്താവനകൾ. AICC പ്രസ്താവനയിൽ പറഞ്ഞത് പുതിയ ചീഫ് ജസ്റ്റിസിൻ്റെ നടപടികൾ അത് നിരീക്ഷിച്ചു വരികയാണ് എന്ന തരത്തിലായിരുന്നു. എന്നാൽ സൂര്യകാന്ത് എന്ന ജസ്റ്റിസ് അദ്ദേഹം ക്രമേണ കാര്യങ്ങൾ പക്വതയാർന്ന രീതിയിൽ ഉൾക്കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ന്യായമാണ് എന്ന് അദ്ദേഹത്തിന് പരിപൂർണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം സംഘപരിവാറിനും കേന്ദ്രമന്ത്രിസഭയ്ക്കുമെതിരെ ഓരോ നിമിഷവും ഒളിയമ്പ് പോലെ പല വിധി പ്രസ്താവനകളും വരുത്തുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഉനാവോയിലെ ശിക്ഷിക്കപ്പെട്ട പ്രതി BJPയുടെ നേതാവ്, ആ വ്യക്തിയെ ഡൽഹി ഹൈക്കോടതി വെറുതെ വിടാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതും, ഡൽഹി ഹൈക്കോടതി അഴിമതിയുടെ ഈറ്റില്ലമായി മാറിയിരിക്കുന്നു, പല ജഡ്ജിമാരും കറപ്റ്റഡ് എന്ന ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് സൂര്യകാന്ത് എന്ന ചീഫ് ജസ്റ്റിസ് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ രാജ്യം വലിയ തോതിൽ ജുഡീഷ്യറിയെ തന്നെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ വാക്കിന് വില കൽപ്പിക്കാത്ത, ജുഡീഷ്യറിയെ വിലയ്ക്ക് വാങ്ങുന്ന സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നത് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് അത് കൃത്യമായി ആർക്കിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അമിത്ഷായുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വിധി പറയാൻ ജസ്റ്റിസ് ലോയ തയ്യാറായതും പിന്നീട് അദ്ദേഹത്തിന് സംഭവിച്ച ദുരൂഹ മരണവുമെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ജുഡീഷ്യൽ സംവിധാനത്തെ വല്ലാതെ വരിഞ്ഞു മുറുകുകയാണ് പാർലമെൻ്ററി സംവിധാനം. ജനാധിപത്യ സംവിധാനമാണ് ഏറ്റവും വലുത്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്ന പാർലമെൻ്ററി കാര്യ മന്ത്രിയോട് ചീഫ് ജസ്റ്റിസിൻ്റെ കൃത്യമായ ചോദ്യം മുൻപ് ഇരുന്ന ചീഫ് ജസ്റ്റിസായ BR ഗവായി പറഞ്ഞത് തന്നെയാണ്. ഇന്ത്യൻ ജുഡീഷ്യറി എന്നത് കസ്റ്റോഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ കാവലാളാണ്. അത് ജനാധിപത്യ സംവിധാനം എന്ന രീതിയിൽ അതിനെ കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കേണ്ട. ജനങ്ങൾ 5 കൊല്ലം കഴിയുമ്പോൾ എന്തുകൊണ്ട് തെരഞ്ഞെടുത്ത സർക്കാരിനെ മാറ്റുന്നു എന്നത് അതിന് ഉദാഹരണമാണ്. തെരഞ്ഞെടുത്ത സർക്കാരിനെ മാറ്റാൻ 5 കൊല്ലമല്ല, US പോലുള്ള സ്റ്റേറ്റുകളിൽ നടക്കുന്നത് പോലെ 4 കൊല്ലം കഴിയുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകണം. അത്രയേറെ ജനങ്ങൾക്ക് സഹിച്ചാൽ മതിയല്ലോ എന്ന രീതിയിലേക്ക് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ പോലും പറയുന്നത്? കാരണം അത്രയേറെ സംഘപരിവാർ മലീരസമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ നീതിബോധത്തെ.